നടുവേദന ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് തന്നെ നടുവേദന വരുമോ? ഈ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം അതെ, വരാം. വാസ്തവത്തിൽ ഞാനും ഒരു ബാക്ക് പെയിൻ പേഷ്യന്റ് ആണ്. ഇന്ന് എന്റെ സ്വന്തം അനുഭവം, അതിൽ നിന്ന് ഞാൻ പഠിച്ച ചില പാഠങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാം. എനിക്ക് ആദ്യമായിട്ട് നടുവേദന വരുന്നത് 2018 അന്ന് ഇങ്ങനെ ഔട്ട്ഡോർ ബാഡ്മിന്റൺ കളിക്കാൻ പോയിരുന്നു. അപ്പോൾ ഒരു മഞ്ഞുള്ള സമയത്താണ്, നവംബർ ഡിസംബർ സമയത്താണ് കളിക്കാൻ പോയിരുന്നത്. അപ്പോൾ 2 ഗെയിം നല്ലപോലെ കളിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വേർക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ മഞ്ഞ് ഇറങ്ങി ടെമ്പറേച്ചർ വ്യത്യാസം കൊണ്ട് നമ്മളുടെ ബോഡി പെട്ടെന്നൊരു സ്പാസമിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് നടുവേദന അനുഭവപ്പെട്ടത്. അത് ട്രീറ്റ്മെന്റ് എടുത്ത് ഭേദമായതിനു ശേഷം എൻ്റെ വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രീഷ്യൻ വരികയും, ആ സമയത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയിൽ ഇൻവെർട്ടർ ബാറ്ററി കൊണ്ടുവന്ന് ഒരു സ്കൂട്ടിയിൽ വന്ന് നിർത്തിയതിനു ശേഷം ആൾ എന്നോട് പറഞ്ഞു, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോന്ന് ചോദിച്ചപ്പോൾ ഒരു ഇൻവെർട്ടർ ബാറ്ററിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്ത് ജസ്റ്റ് ഇൻവെർട്ടർ ബാറ്ററി ഒന്ന് വീട്ടിലേക്ക് കയറ്റി വെച്ചതായി എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. നിങ്ങൾ മിക്കവർക്കും അനുഭവിച്ച ആ ഒരു സൗണ്ടോട് കൂടിയിട്ട് ഒരു നടുവിന് പിടുത്തം വന്നിരുന്നു. അതിനുശേഷമാണ് ഒരു കാര്യം ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയത്. നടുവേദന വരാൻ വലിയ അപകടങ്ങൾ ആവശ്യമില്ല. തെറ്റായിട്ടുള്ള ഒരു ലിഫ്റ്റിംഗ് ടെക്നിക്ക്, അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് ഡ്രൈവ് ചെയ്യുക, സ്ട്രെസ്, ഉറക്കക്കുറവ്, മൂവ്മെന്റ് കുറവ് എന്നിവ ആയാലും മതി. ഈ കാര്യത്തിൽ ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്കും ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. കാരണം ഞാൻ തുടർച്ചയായി ഇരുന്നു കൊണ്ടാണ് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യാറ്. ചില സമയങ്ങളിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. അടുപ്പിച്ചുള്ള യാത്രകൾ കാരണം പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കാറുമുണ്ട്. അതുകൊണ്ടും ബാക്ക് പെയിൻ വരാനുള്ള റിസ്ക് എനിക്കുമുണ്ട്. ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഞാൻ ബാക്ക് പെയിൻ അനുഭവിച്ചപ്പോൾ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താന്ന് വെച്ചാൽ, ബാക്ക് പെയിന്റെ ട്രീറ്റ്മെന്റ് ക്ലിനിക്കിൽ അവസാനിക്കുന്നില്ല. ആ ട്രീറ്റ്മെന്റ് തീർച്ചയായും സഹായിക്കും, പക്ഷേ ദീർഘകാല ഫലം ലഭിക്കുന്നത് നിങ്ങൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ്. മൂവ്മെന്റ്, എക്സസൈസസ്, മൊബിലിറ്റി, സ്ട്രെങ്തനിങ്, പോസ്ചർ കറക്ഷൻ, വെയിറ്റ് മാനേജ്മെന്റ് എന്നിവയാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചേഴ്സ്. എനിക്ക് ഇന്നും നടുവേദന ശ്രദ്ധിക്കേണ്ടി വരുന്നു, എക്സസൈസ് ചെയ്യേണ്ടി വരുന്നു, കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ മൂവ്മെന്റ് ചെയ്യേണ്ടി വരുന്നു. കാരണം ബാക്ക് പെയിൻ ഒരു ദിവസം കൊണ്ട് വന്നതല്ല. അത് നിയന്ത്രണത്തിൽ നിർത്തുന്നതും ഒരു ദിവസത്തെ കാര്യവുമല്ല. പല ആളുകളും MRI റിപ്പോർട്ടിനെ ചികിത്സിക്കുന്നു. പക്ഷെ നമ്മൾ ചികിത്സിക്കേണ്ടത് പേഷ്യന്റിനെയാണ്, റിപ്പോർട്ടല്ല. കാരണം ഒരേ MRI ഫൈൻഡിംഗ് ഉള്ള 2 ആളുകൾക്ക് 2 തരത്തിലുള്ള സിംറ്റംസ് ആയിരിക്കാം. അതുകൊണ്ടാണ് തറോ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇത്രയും പ്രധാനമാകുന്നത്. ഇന്ന് ഞാൻ പേഷ്യൻസിനെ ചികിത്സിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ബാക്ക് പെയിൻ അനുഭവിച്ച ഒരാൾ എന്ന നിലയിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിതശൈലിയിലേക്ക് തിരികെ പോകാതെ ബാക്ക് പെയിൻ വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ദിവസവും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന്. നിങ്ങൾക്ക് നടുവേദന ആദ്യമായി വന്നത് എപ്പോഴാണ്? കമന്റ് ചെയ്യൂ.